Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ ഐസ്ക്രീമാണ്. നമ്മളെപ്പോഴും സാധാരണ ഉണ്ടാക്കി കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ ഇതിന്. കാരണം ഇടയ്ക്കൊക്കെ ആ ബിസ്ക്കറ്റൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ ഐസ്ക്രീമിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഓറിയോയുടെ ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 10-12 ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു 8-9 എണ്ണം മാത്രം മതിയാവും നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 8 ബിസ്ക്കറ്റിൻ്റെ അടുത്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഈ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പൊടിച്ചെടുക്കുന്ന നേരത്ത് അങ്ങ് ഫൈൻ പേസ്റ്റ് പോലെയൊന്നും പൊടിച്ചെടുക്കണ്ട. ചെറുതായിട്ട് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിക്ക് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതായ എല്ലാ ബിസ്ക്കറ്റും നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും. അങ്ങ് തീരെ പൊടിയായിട്ട് പൊടിഞ്ഞും പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഐസ്ക്രീം ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറക്കി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്കല്ല, അതായത് ഇതേപോലെ ഒന്ന് ലൂസായിട്ട് വേണം വിപ്പിംഗ് ക്രീം ഇരിക്കാനായിട്ട്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതേപോലെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ശരിക്കും നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യില്ല, അത്രയൊന്നും ചെയ്യണ്ട, എന്നാലും നന്നായിട്ട് സോഫ്റ്റായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ 2-3 മിനിറ്റെങ്കിലും നിർത്താതെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് നമ്മുടെ ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്, പൊടിക്കാത്തതല്ല. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വാനില എസൻസും അതേപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ ആ വിപ്പിംഗ് ക്രീമുമായിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒന്നെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് തന്നെ ഒരു 1-2 സെക്കൻഡും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റായിട്ട് വന്നോളും. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി ശരിക്കും ഒന്ന് യോജിച്ച് വന്നോളും. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ ആണെങ്കിലും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റും കൂടി നമ്മുടെ ഈ ക്രീമിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട, അതായത് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ ഓറിയോയുടെ ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടച്ച് ഒരു 8-9 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ രാത്രിക്ക് ഇതങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ അമുൽ ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനകത്തേക്ക് തന്നെയാണ് ഞാനങ്ങ് ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം മേൽഭാഗമൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. നമുക്ക് ഒരു പതുക്കെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. വലിയ ഷേപ്പൊന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതല്ലേ. ഇനിയിപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 2-3 ബിസ്ക്കറ്റ് ഇതേപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി നമ്മൾ അതിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലും കാണാനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമ്മുടെ ഫ്രീസറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് എടുത്ത് ഒന്ന് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും 2-3 ഐസ്ക്രീമിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും അതേപോലെ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. എല്ലാ ഐസ്ക്രീമും ഇതേപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഇതേപോലൊരു സെർവിങ് ബൗളിലേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുക്കുവാണ്. കണ്ടോ, ഇതിൻ്റെ മേൽഭാഗമൊക്കെ ആണെങ്കിലും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ അറിയിക്കുക. കൂടെ തന്നെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള അടിപൊളി റെസിപ്പീസിൻ്റെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.